Hello everyone, welcome back to another exciting video. So ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നീ 2026 എഴുതാൻ പോകുന്ന കുട്ടികളെ എക്സ്ക്ലൂസീവ്ലി അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത്. സോ നീ 2026 4 മാസം മുമ്പാണ് നമ്മൾ നിൽക്കുന്നത്. ആസ് യു ഓൾ നോ, നിങ്ങളെല്ലാവരും കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ എന്താണെന്നോ എല്ലാം എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നീ 2025 അല്ല എഴുതിയൊരു വ്യക്തിയാണ് ഞാൻ. സോ ലാസ്റ്റ് ഇയർ ഇതേ ടൈമിൽ ക്രിസ്മസ് വെക്കേഷനൊന്നും വീട്ടിൽ പോവാതെ ഹോസ്റ്റലിൽ തന്നെ ഇരുന്ന് പഠിച്ച് ഇന്ന് നീറ്റ് ക്ലിയർ ആക്കി അങ്ങനെ പഠിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ പോയി ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പോവാം. ഞാൻ ക്രിസ്മസ് വെക്കേഷന് തൊട്ട് മുന്നേ ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞ വർഷം. അതുകൊണ്ട് ഞാൻ പിന്നെ ക്രിസ്മസ് വെക്കേഷന് വീട്ടിൽ പോകണ്ട എന്ന് തീരുമാനിച്ച് അവിടെ തന്നെ നിന്ന് പഠിച്ച് നീറ്റ് 2025 എഴുതി നീറ്റ് ക്ലിയർ ആക്കി ഇന്നൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്താണ് ഞാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ നിങ്ങളെല്ലാവരും കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ എന്താണെന്ന് അഡ്രസ്സ് ചെയ്ത് അതിനുള്ള ഞാൻ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ എക്സാം ടെൻഷനൊക്കെ ഞാൻ എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പിന്നെ മസ്റ്റായിട്ടും ഇനിയിപ്പോൾ നിങ്ങളത് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ചെയ്ത് തുടങ്ങണം എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഉറപ്പ് വരുത്താനായിട്ടുള്ള 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ദ വെരി ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഇസ് ദാറ്റ് ടെൻഷൻ അടിക്കരുത്. ഇതാണ് ആദ്യത്തെ കാര്യം. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ദിസ് ഇസ് എ പ്രൈമറി തിങ് ദാറ്റ് യു ഹാവ് ടു തിങ്ക്. 4 മാസമേ ഉള്ളൂ, 5 മാസമേ ഉള്ളൂ, 3 മാസമേ ഉള്ളൂ, ദിവസം പെട്ടെന്ന് പോകുന്നു, ഒന്നും പഠിച്ചിട്ടില്ല, കുറേ പെൻഡിങ് കൊണ്ട് ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വാട്ട് എവർ മൈ ബി അതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്ന കുട്ടി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതുവരെ എന്തായാലും വീക്ക്ലിയൊക്കെ ടെസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ട്വൈസ് എ മന്ത് ആയിരിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും. നിങ്ങളുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓരോ പാറ്റേൺ ആയിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു വെക്കും. അതൊന്നൊരു പ്രശ്നം. നിങ്ങൾക്ക് ഏത് ലെവലിൽ മാർക്ക് കിട്ടുന്ന ഒരു കുട്ടി ആയിരുന്നു ഇത്രയും കാലമെങ്കിലും ഒരു പ്രശ്നമില്ല. ഈ 2 കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, ലൈക്ക് നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടുന്ന ആളാണെങ്കിലും കുഴപ്പമില്ല, സ്കോർ കുറച്ച് കുറവായിരുന്നെങ്കിലും പ്രശ്നമില്ല. ഈ 2 കാര്യം നിങ്ങൾ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. ഇനി അങ്ങോട്ടുള്ള 4 മാസത്തിൽ 3 മാസം എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് 1 month എക്സ്ക്ലൂസീവ്ലി ഫോർ മോക്ക് ടെസ്റ്റ്. സോ അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞിട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദ വെരി ഫസ്റ്റ് തിങ്, നമുക്ക് ഡയറക്റ്റ് തന്നെ കണ്ടന്റിലേക്ക് പോവാം. ഓക്കെ, സോ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ കഴിഞ്ഞ വർഷം ഇതേ ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്രിസ്മസ് വെക്കേഷന് പോവാതെ ഹോസ്റ്റലിൽ ഞാൻ സൈലത്തിലായിരുന്നു റിപ്പീറ്റ് ചെയ്തത്. സൈലത്തിൻ്റെ ഹോസ്റ്റലിൽ ഇതൊന്ന് പഠിക്കുകയായിരുന്നു. ആൻഡ് ദിസ് ഇയർ ടുഡേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്തിൻ്റെ ഓൾഡ് NH ഒരു റൂമിലാണുള്ളത്. ദിസ് ഇസ് മൈ ഹോസ്റ്റൽ റൂം ദറ്റ് യു ആർ സീയിങ് ബിഹൈൻഡ് മീ. സോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് പറയുമ്പോൾ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് all I have come through. സോ ഇത് നിങ്ങൾക്ക് ആ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുകയാണ്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് PYQ ആണ്. ഓരോ ചാപ്റ്റർ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോർഷൻസ് ഒക്കെ തീർത്ത് മോക്ക് ടെസ്റ്റ് അല്ല, ഒരു ടെസ്റ്റ് സീരീസ് തുടങ്ങുന്ന ടൈമായി. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസ് വരുമ്പം ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ ഓരോ ഡേ അലോട്ട് ചെയ്ത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും തരുന്നുണ്ടാവും. അപ്പോൾ ആ ഡേ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കേണ്ട ഒരു ഡേ നിങ്ങൾ മസ്റ്റായിട്ടും ദ വെരി ഫസ്റ്റ് തിങ് ദറ്റ് യു ഹാവ് ടു ഡു ഇസ് ടു ഡു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അത് ഞാൻ 35 വർഷത്തെ ചെയ്യാൻ ഞാൻ പറയൂല, ജസ്റ്റ് 10 years മാക്സിമം 10 years നിങ്ങൾ എന്തായാലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നോട്ടുള്ളത് ചെയ്യാൻ ഞാൻ അങ്ങനെ പറയുന്നില്ല, ഞാൻ 10 വർഷത്തെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഈ 10 yearsൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്ത് നോക്കുക, ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻ അതിന് വേണ്ടി കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് അതൊരു ലോസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ഓരോ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്ത് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് പറ്റിയില്ല. ഇപ്പോൾ കോൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണെങ്കിൽ ആ കോൺസെപ്റ്റ് പഠിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാം, പക്ഷേ എന്തോ പ്രശ്നം വരുന്നു, ഇടയ്ക്ക് എവിടെയോ തെറ്റുന്നു, എന്തുകൊണ്ട് തെറ്റി, ആ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ബുക്ക് എടുക്കണം, എൻ്റെ ആ തെറ്റ് എന്താണെന്ന് എഴുതി വെക്കണം. ആ തെറ്റിനെ ഒരിക്കലും ആവർത്തിക്കാത്ത രീതിയിൽ നിങ്ങളത് പഠിക്കാൻ നോക്കണം. സോ ദിസ് ഇസ് ദ തിങ് ദാറ്റ് യു ഹാവ് ടു ഡു. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിൻ്റെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുക. ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ എല്ലാം വൃത്തിക്ക് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു മിസ്റ്റേക്ക് ബുക്കിൽ ഇതെല്ലാം തെറ്റിയതെല്ലാം എഴുതി വെക്കുക. ദിസ് ഇസ് ദ വെരി ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഫോർ ദ നെക്സ്റ്റ് 3 months. ലാസ്റ്റ് 1 month മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട്. സോ ഇതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇപ്പം മോക്ക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് മോക്ക് ടെസ്റ്റ് കഴിഞ്ഞല്ല, ലൈക്ക് എല്ലാ പോർഷൻസും തീർത്തിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ആകുന്ന ഒരു ഫേസാണത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കിട്ടി വന്ന ഒരു സ്കോർ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരാം, പറ്റിയെന്ന് വരാം, ഇറ്റ് ഈസ് ഓക്കെ.
ഈ ഒരു ടെസ്റ്റ് സീരീസ് തുടങ്ങുമ്പോൾ എല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെവർ എവർ ഗിവ് പ്രയോറിറ്റി ടു ദ മാർക്ക് ദാറ്റ് യു ആർ ഗെറ്റിംഗ്. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയാലും മോശപ്പെട്ട മാർക്ക് കിട്ടിയാലും അതൊരു വിഷയമല്ല. ദ ഓൺലി തിങ് ദാറ്റ് മാറ്റേഴ്സ് ഇസ് ദാറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഈ ക്വസ്റ്റ്യൻ മുഴുവൻ നീറ്റിന് വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാത്രമാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ 180 ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ഇപ്പം ശരിയായി എന്നുള്ളതൊരു വിഷയമല്ല. നെവർ എവർ ഫോക്കസ് ഓൺ ദ മാർക്സ്. ഞാൻ പിന്നെ എടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് തെറ്റിയ ക്വസ്റ്റ്യൻ ഇനി ഒരിക്കലും തെറ്റാൻ പാടില്ല. സോ അതിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഓരോ ചോദ്യവും തെറ്റിയ ചോദ്യം എല്ലാം എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടി സെപ്പറേറ്റ് വേറൊരു മിസ്റ്റേക്ക് ബുക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് തെറ്റിയ ചോദ്യം എല്ലാം എന്തുകൊണ്ട് തെറ്റി, എങ്ങനെ തെറ്റി, എവിടെ തെറ്റി, എനിക്ക് ഒരിക്കലും തെറ്റാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതെന്താണോ അത് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. ഈ ഒരു മിസ്റ്റേക്ക് ബുക്ക് കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ടെസ്റ്റ് സീരീസിന് കിട്ടുന്ന മാർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. നല്ല വൃത്തിക്ക് തന്നെ തെറ്റിയ ചോദ്യം എല്ലാം പഠിക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കോച്ചിങ്ങിനൊന്നും പോവാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചു, നിങ്ങൾ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളൊരു ടെസ്റ്റ് സീരീസ് നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട ടൈമാണ് ഇനി തൊട്ട്. ഫോർ നെക്സ്റ്റ് 4 months നിങ്ങൾ നിർബന്ധമായും ഒരു ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കോച്ചിങ് സെൻറ്ററിനോടൊന്നും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. നിങ്ങൾക്ക് ഓൺലൈൻ വഴിയൊക്കെ വാങ്ങാൻ പറ്റുമായിരിക്കും. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുക, ഏതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ടെസ്റ്റ് സീരീസ് എടുക്കലാണ് നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. എന്നിട്ട് അത് നിങ്ങൾക്ക് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തെറ്റിയ ക്വസ്റ്റ്യൻ എല്ലാം വൃത്തിക്ക് തന്നെ പഠിക്കുക. അതിന് ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, മിസ്റ്റേക്ക് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാം നല്ല രീതിയിൽ പഠിച്ചു. സോ ദ 2 most important thing that you have to do, നിങ്ങൾ ഏത് റേഞ്ചിലും ആയിക്കോട്ടെ, എത്ര മാർക്ക് കിട്ടുന്നവരും ആയിക്കോട്ടെ, മാർക്ക് കുറവായിക്കോട്ടെ കൂടുതലായിക്കോട്ടെ, ഏത് റേഞ്ചാണെങ്കിലും 2 most important things that you have to do is the very first thing is പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. PYQ എന്തായാലും ചെയ്യുക. അത് തെറ്റുന്ന ക്വസ്റ്റ്യൻ വേറൊരു മിസ്റ്റേക്ക് ബുക്കിൽ എഴുതുക. പിന്നെ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് സീരീസിൽ ഓരോ ടെസ്റ്റ് നടത്തുന്ന ചോദ്യങ്ങൾക്ക് തെറ്റുന്ന ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം കണ്ടുപിടിക്കുക. എന്തുകൊണ്ട് തെറ്റിന്ന് അനലൈസ് ചെയ്യുക. അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു മിസ്റ്റേക്ക് ബുക്ക് കീപ്പ് ചെയ്യുക. സോ ഈ 2 കാര്യങ്ങളാണ് നിർബന്ധമായി നിങ്ങൾ ചെയ്തിരിക്കേണ്ടത്. നിങ്ങൾ ഇത്രയും കാലം എങ്ങനെ പഠിച്ചു എന്നതൊരു വിഷയമല്ല. പക്ഷേ ഇനി നിങ്ങൾ പഠിക്കുന്നത് എന്താണ്, പിന്നെയും തിയറി മാത്രമല്ല വായിക്കേണ്ടത്, ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ടൈം ആയിക്കഴിഞ്ഞു. ഫോർ ദ നെക്സ്റ്റ് 3 months യു ഹാവ് ടു ഫോളോ ദിസ് പാറ്റേൺ. നിങ്ങളിപ്പം നിങ്ങൾക്ക് സ്ട്രിക്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ലൊരു മെത്തേഡ് ഉള്ളവരായിക്കോട്ടെ, ബട്ട് പ്ലീസ് ഡു ഇതും കൂടി നിങ്ങൾ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിയിലേക്ക് കയറ്റണം. കാരണം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാതെ നിങ്ങൾ നീറ്റ് എഴുതാൻ പോകരുത്. തെറ്റുന്ന ചോദ്യങ്ങളെല്ലാം റെക്ടിഫൈ ചെയ്യാതെയും നിങ്ങൾ പോകരുത്. അത് പഠിച്ച് പോകണം. ബിക്കോസ് ദാറ്റ് വിൽ ബി എ മെയിൻ തിങ്. നിങ്ങൾ നീറ്റിന് ഏറ്റവും കൂടുതൽ ഓർമ്മ ഉണ്ടാവുക തെറ്റിയ ചോദ്യം നിങ്ങൾ ശരിയാക്കി പഠിച്ചാൽ നിങ്ങൾക്കത് ഉറപ്പായിട്ടും ഓർമ്മ ഉണ്ടാവും. അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു മടി വിചാരിക്കാതിരിക്കുക. പിന്നെ മോക്കിനും ഈ ഒരു ടെസ്റ്റ് സീരീസിനൊക്കെ കിട്ടുന്ന മാർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. കാരണം നല്ല മാർക്ക് കിട്ടിയവർക്ക് നീറ്റ് കിട്ടാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അധികം ഒന്നും ടോപ്പർ അല്ലെങ്കിൽ പോലും നീറ്റ് ക്ലിയർ ആക്കിയ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ ഐ വാസ് ഓൾസോ വൺ അമംഗ് ദാറ്റ്. കാരണം നീറ്റിൻ്റെ ടെസ്റ്റ് സീരീസൊന്നും ഭയങ്കര ടോപ്പറൊന്നും ആയിരുന്നില്ല. ലാസ്റ്റ് ഒരു ഭയങ്കര ടോപ്പറായ ആൾക്കാരെക്കാളൊക്കെ പക്ഷെ മേലെ റാങ്ക് വാങ്ങാൻ എന്തൊക്കെയോ അനുഗ്രഹം. കാരണം ഇറ്റ് ഈസ് നോട്ട് അപ്പോൺ ദ കമ്പാരിറ്റീവ് ബേസിസിൽ ഞാൻ പറയാല്ല. എനിക്കിപ്പോൾ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തി നിന്ന് പഠിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാമൊക്കെ ക്ലിയർ ആക്കാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.